ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? നമുക്കിന്ന് ചക്കക്കുരു കൊണ്ട് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ? ചക്കക്കുരുവും കുരുമുളക് പൊടിയും കൂടെ ഇട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒരു അടിപൊളി ഒരു മെഴുക്കുവരട്ടിയാണ്. സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പോയാലോ? അപ്പോൾ എല്ലാവർക്കും വിനീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇവിടെ കുറച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ചക്കക്കുരു കൊണ്ട് തന്നതാണേ. അപ്പം ചക്കക്കുരു ഞാൻ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഒരു നമ്മുടെ വൈറ്റ് തൊലി മാത്രമേ കളയുന്നുള്ളേ. ബാക്കി റെഡ് ഇതുപോലെ അത് കൂടുതലൊന്നും ചുരണ്ടി കളഞ്ഞില്ല. അത് പിന്നെ ഉപ്പിട്ട് കുക്കറിനകത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. നീളത്തിൽ അരിഞ്ഞ് കുക്കറിനകത്ത് ഉപ്പിട്ടിട്ടാണ് വേവിച്ചത്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി വെച്ച് അതിനകത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഇനി നമുക്കതിനകത്തൊരു വറ്റൽമുളക്, പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം 10 അല്ലി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഇതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഒരു 10 എണ്ണം പൊളിച്ച് നീളത്തിലരിഞ്ഞതും പിന്നെ ഇത്രയും ഇട്ട് പിന്നെ ഇതിൻ്റെ കൂടെ തേങ്ങാക്കൊത്ത് കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റണം. എന്ന് വെച്ചാൽ തേങ്ങാക്കൊത്തിൻ്റെയൊക്കെ ഒരു കളറൊന്ന് ചേഞ്ച് ആകണേ. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റണം. ഇത് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഇച്ചിരി വഴറ്റാനുള്ളത് മാത്രമേ ഉള്ളൂ ഇച്ചിരി ജോലിയായിട്ട്. ബാക്കിയെല്ലാം പെട്ടെന്ന് നമുക്ക് ഒരു മെഴുക്കുവരട്ടി ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മുടെ ചക്കക്കുരു വേവിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം നമുക്കൊന്ന് ഞാൻ തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കളർ ചേഞ്ചായി പിന്നെ നമുക്കൊരു മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇട്ട് അതൊന്ന് കളറിന് വേണ്ടിയാണ്. ഇനി നമുക്കൊരു 1/2 ടീസ്പൂൺ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള പെപ്പർ പൗഡർ, കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റണം. നന്നായിട്ട് വഴറ്റിയിട്ട് അതിൻ്റെ ഒരു എല്ലാം ഒന്ന് മിക്സ് ആകുന്നത് വരെ വഴറ്റിയാൽ മതി. അതിൻ്റെ പച്ചമണം മാറണമെന്നൊന്നുമില്ല. ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ചക്കക്കുരു ഇടുന്നതിന് മുമ്പ് ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇട്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. 1/4 ടീസ്പൂൺ എന്ന് വെച്ചാൽ ഓൾറെഡി ചക്കക്കുരു വേവിച്ചപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പിന്നെ ഇത് ഇപ്പോഴും കുറച്ചൊരു 1/4 ടീസ്പൂൺ മതി. കൂടുതൽ ഉപ്പായാലും കഴിക്കാൻ ഒരു ടേസ്റ്റിൻ്റെ ഇതേ അങ്ങ് പോവും. അപ്പോൾ അത് നോക്കിയിട്ടിടുക. എന്നിട്ട് ചക്കക്കുരു വേവിച്ചതും കൂടെ ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സാക്കി അത് അടച്ച് വെക്കണം. ഈ ചക്കക്കുരു വേവിച്ച് മാറ്റുമ്പോൾ അതിനകത്ത് ചെറുതായിട്ട് വെള്ളത്തിൻ്റെ ഒരു അംശം കാണും, അത്രയും മതി. പിന്നെ ഇതിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ കറക്റ്റ് റെഡി ആയിട്ടിരിക്കും. കണ്ടോ, നമ്മുടെ ചക്കക്കുരു പെപ്പർ മെഴുക്കുവരട്ടി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് ഡിഷിലോട്ട് മാറ്റണം. അടിപൊളിയായിട്ടൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ വിഷുവിന് ചക്കക്കുരു മെഴുക്കുവരട്ടി ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു മെഴുക്കുവരട്ടിയാണ്. അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലേ ഞാനിടുന്ന വീഡിയോസ് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു. അപ്പം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണേ. കമൻസൊക്കെ ഇടണം, എങ്ങനെ ഉണ്ടെന്നൊക്കെയുള്ള ടേസ്റ്റൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ ഉള്ളതൊന്ന് ട്രൈ ചെയ്തിട്ട് കമൻസ് ഇടുക. അപ്പം എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നുണ്ട്. ബൈ, സി യു.